അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണിച്ചു തരുന്നത് പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല ടൗണിൽ നിന്ന് ഒരു 1.25-1.5 കിലോമീറ്റർ മാറിയിട്ട് ബസ് റൂട്ട് നമുക്ക് കുറച്ച് ദൂരമുള്ളൂ. 11 സെന്റ് സ്ഥലത്തിന്റെ വില. അതിലൊരു വീടും ഉണ്ട്. നമുക്ക് 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വാർപ്പിന്റെ വീടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. അപ്പൊ അത് വീട് നമുക്ക് തികച്ചും ഫ്രീ ആണ്. ഒരു അർജന്റ് വിൽപ്പനയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിന് കൊടുക്കുന്നത്. 11 സെന്റ് സ്ഥലവും വീടും 11 ലക്ഷം രൂപ ഫിക്സ്ഡ് റേറ്റ്, ഫൈനൽ റേറ്റ് ആണ്. അപ്പൊ അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പത്തിരിപ്പാല ടൗണിൽ നിന്ന് വരുന്ന ബസ് റൂട്ടാണത്. ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വെറും ദൂരം 200 മീറ്ററാണ്. നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് 200 മീറ്ററാണ് നമ്മൾ കാണിച്ചിരുന്നത്. 11 സെന്റ് സ്ഥലവും അതിലൊരു വാർപ്പ് വീടുമാണ്. ഇതാണ് നമ്മുടെ ടാറിംഗ് റോഡ്, ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ്. അവിടുന്ന് ഒരു ടാറിംഗ് റോഡിൽ നിന്ന് നമുക്കൊരു 100 മീറ്ററാണ്. മണ്ണ് റോഡാണ്. എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട്. നിറയെ വീടുകളുള്ള പരിസരമാണ്. ഇതാണ് നമ്മളെ തൊട്ടടുത്തുള്ള വീട്. ഈ വീടിനോട് ചാരിയിട്ടാണ് നമ്മളെ സ്ഥലത്തേക്കുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വഴിയാണ്. ഒരു 10 അടി വീതിയുള്ള വഴിയാണ്. ഈ ഭാഗത്തു കൂടെ നമുക്ക് നിറയെ വീടുകൾ തന്നെയാണ്. അപ്പൊ ടൗണിന്റെ അടുത്താണ്, 2 കിലോമീറ്റർ ടൗണുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കാണുന്നതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി. 10 അടി വഴിയുണ്ട്. എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ നിറയെ തൊട്ട് വീടുകളാണ്. അപ്പൊ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ ഒരു 20 മീറ്റർ നമുക്ക് ഈ വഴിയാണ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഒരു അതിര് തുടങ്ങുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ കമ്പിവേലി ഉണ്ട്. ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെ പോകും. ഈ കാലിന്റെ അവിടുന്ന് ഈ സ്ട്രൈറ്റ് ആയിട്ട് 4 ഭാഗത്ത് അതിരുകളിൽ സിമെന്റ് കാലുകൾ ഇട്ടിട്ടുണ്ട്. നേരെ കയറി വരുമ്പോൾ തന്നെ ഒരു തെങ്ങിന്റെ തയ്യുണ്ട് നമുക്കിവിടെ. 100% നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. 11 സെന്റ് സ്ഥലമുണ്ട്. ഇതിൽ നമുക്ക് വെള്ളത്തിന് സൗകര്യം വരുന്നത് പൈപ്പ് കണക്ഷനാണ്. ജലനിധിയുടെ പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിന് സൗകര്യം വരുന്നത്. അപ്പോൾ വീട് നമുക്ക് ഇതിൽ തികച്ചും ഫ്രീ ആണ്. വെറും 11 സെന്റ് സ്ഥലത്തിന്റെ വില മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും വീട് നമുക്ക് താമസയോഗ്യമായ വീടാണ്. ആള് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ഫ്രണ്ടേജിലൊക്കെ നമുക്ക് അത്യാവശ്യം മുറ്റുണ്ട്. ഇപ്പം എന്തെങ്കിലും തെങ്ങും തയ്യലോ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഇനിയും സ്ഥലമുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു പ്ലാവും ഒരു തെങ്ങും തയ്യൊക്കെ നമുക്ക് ഇതിൽ പെടുന്നതാണ്. ഇവിടെ ഒരു പ്ലാവുണ്ട്. അതേപോലെ ഇവിടെ ഒരു തെങ്ങും തൈ ഉണ്ട്. കൂടാതെ ഇവിടെ ഈ അതിരിൽ നമുക്ക് മാവുണ്ട്. വീടിന്റെ ഫ്രണ്ട് മാത്രമേ തേച്ചിട്ടുള്ളൂ. 3 സൈഡ് തേക്കാണ്ട്. വെട്ടെല്ല് കെട്ടിയ നല്ല വീടാണ്. അതിൽ കൂടുതൽ പഴക്കമൊന്നും ഇല്ലാത്ത വീടാണ്. അപ്പൊ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇതിന്റെ ബാക്കിൽ നമുക്ക് വീടുകൾ തന്നെയാണ്. 4 ഭാഗത്തും നിറയെ വീടുകളാണ്. ഇത് പുതിയൊരു വീടിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ സൈഡിൽ അതിരി ഈ കാണുന്ന മതിലാണ്. അപ്പൊ 4 ഭാഗത്തും നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട്. ഈ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മളെ ടാറിംഗ് റോഡ് വരുന്നത്. പിന്നെ നേരെ ഉൾഭാഗം കാണാം. ഇതാണ് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ട് വരുന്നത്. ഇതിൽ നിലം അടിഭാഗത്ത് നമുക്ക് ടൈല് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, സിമെന്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നേരെ കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട്. ഇവിടെ നമുക്കൊരു ഒരു കള്ളി ജനലും വീടിന്റെ മെയിൻ ഡോറൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോർ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഹാളാണ്. നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ്. ഡൈനിങ്ങും സിറ്റിങ്ങും രണ്ടും കൂടെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വലിപ്പത്തിലുള്ള ഒരു ഹാള്. ഈ ഹാളിൽ നിന്നാണ് നമുക്ക് ബെഡ്റൂം. ഈ സൈഡിൽ ഒരു ആർച്ച് പോലെ ചെയ്തിട്ടുണ്ട്. ഈ ആർച്ചിന്റെ 2 സൈഡിലായിട്ടാണ് നമുക്ക് ബെഡ്റൂം. ഈ കയറി വരുന്ന ഭാഗത്ത് നമുക്കൊരു വാഷ് ബേസിനൊക്കെ വെച്ച് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫസ്റ്റിലെ ബെഡ്റൂം. ബെഡ്റൂമുകളൊന്നും അടിഭാഗമൊന്നും ചെയ്തിട്ടില്ല. അടിഭാഗം സിമെന്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്ക് നിലത്ത് കാവി ഇട്ടിട്ടുണ്ട്. വീട് ഇപ്പം നമുക്ക് ഇതിൽ തികച്ചും ഫ്രീ ആണ്. എങ്കിലും നല്ല വീടാണ്. ഒന്ന് ചെറിയൊരു മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീടാണ്. ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് വരുന്നത്. യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ ഉള്ള അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഒരു റൂം വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ ഹാളിലേക്ക് വന്നിട്ടാണ് നമുക്ക് അടുക്കള ആയാലും നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെ പാത്രം കഴുകാനുള്ള സൗകര്യം, അതുപോലെ സ്ലാബ് ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യം. ഈ സൈഡിൽ നമുക്ക് എന്തെങ്കിലും പൊടികളോ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഈ ഭാഗത്തും ഒരു അലമാര പോലെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടുപുറത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയയിലും പാത്രങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗം മാത്രം നമുക്ക് ഷീറ്റാണ്. അടുക്കളയുടെ ഭാഗം മാത്രമാണ് ഷീറ്റ്. പിന്നെ നേരെ നമുക്ക് പുറത്തേക്കുള്ള എൻട്രൻസ്. ഇതിന് പുറത്തും നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. ഇതിങ്ങനെയാണ് നമ്മളെ അടുക്കള സൈഡിൽ ബാക്ക് സൈഡിൽ സ്പേസ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോൾ കണ്ട വീട് ഒരിക്കൽ കൂടി പറയണം. പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിന്ന് ഗുരുവായൂർ പോണ ഹൈവേയിൽ നമ്മളെ പത്തിരിപ്പാല ടൗണിൽ നിന്ന് 1.5 കിലോമീറ്ററാണ് നമുക്ക് കൊടുത്ത് ദൂരം വരുന്നത്. ഇതിന് റേറ്റ് പറഞ്ഞിരുന്നു 11 സെന്റ് സ്ഥലവും വീടും 11 ലക്ഷം രൂപ ഫിക്സ്ഡ് റേറ്റ് ആണ്. നെഗോഷ്യബിൾ അല്ല. കാരണം ഇത് നമ്മൾ ഒരു അർജന്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. 6 ലക്ഷം രൂപ നമുക്ക് അർജന്റ് ആയിട്ട് ബാങ്കിൽ അടക്കേണ്ടതുണ്ട്. ബാക്കി പൈസക്ക് നമുക്ക്
ഒരു 2 മാസമോ അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 2.5 മാസം ആ ഒരു ഗ്യാപ്പാണ് നമുക്ക് കിട്ടുക. അപ്പൊ 6 ലക്ഷം രൂപ കയ്യിലുള്ളവർക്ക് വാങ്ങിയിടാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ്. 2 മാസം ഗ്യാപ്പ് നമുക്ക് ഇതിന് കിട്ടും രജിസ്ട്രേഷന്. അപ്പൊ എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ്. പള്ളിയായാലും മദ്രസ ആയാലും സ്കൂളായാലും അമ്പലങ്ങളായാലും എല്ലാം നമുക്ക് ഇതിന്റെ പരിസരത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ വണ്ടിക്കും വരാനുള്ള വഴിയുണ്ട്. അപ്പൊ ഈ സ്ഥലത്തിന്റെ വില ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് 1 ലക്ഷം രൂപ മാർക്കറ്റുള്ള ഏരിയ ആണ്. അപ്പൊ ഈ 11 സെന്റിന്റെ വില മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു വീട് കെട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 10 ലക്ഷം റുപ്യ അല്ലാതെ ഇങ്ങനെ ഒരു വീടാവൂല. അപ്പൊ നമുക്ക് ചെറിയൊരു മെയിൻ്റെനൻസ് വർക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു വീടിന്റെ ആവശ്യക്കാർക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വാടക കൊടുക്കണേ അങ്ങനെയും കൊടുക്കാം. അപ്പൊ നമുക്കൊരു ഗ്യാപ്പിലാണ് ഈ ഇത് കിട്ടാൻ പോണത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.